പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. എല്ലാവർക്കും ദ ട്രൂ ഫെയ്ത്തിലേക്ക് സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈയിടെ ഉണ്ടായ അല്ലെങ്കിൽ 2026 മാർച്ച് 24 ഉണ്ടായ കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനെ പറ്റിയാണ്. പലരും അതിനെപ്പറ്റി വിശദമായിട്ടൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊണ്ട് ഹൈക്കോടതിയോട് 2017 സുപ്രീം കോടതി വിധിയിലെ ചില ക്ലോസുകളെ പറ്റി വിശദമായിട്ട് പഠിക്കാനും വേണ്ടി വന്നാൽ ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് വാദം നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളുവാനും സുപ്രീം കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അധികാരവും കൊടുത്തിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് ആ വിധി ഉണ്ടായത്. അപ്പം അതിലെ ചില 1-2 ഭാഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് വായിക്കാം. ഒരു 5-6-7 ക്ലോസുകൾ കൊടുത്തിട്ടുണ്ട്. 2017 വിധിയിൽ നീതീകരിക്കാത്ത ക്ലോസുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നും, അതുപോലെ മതപരമായ ഒരു സ്ഥലം ഏറ്റെടുക്കാൻ സിവിൽ ഭരണകൂടത്തോട് ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാമോ, അത് ചിന്തിക്കണം. അത്തരമൊരു നിലപാട് പൊതു താൽപ്പര്യത്തിന് എത്രത്തോളം അഭികാമ്യമാണ്, അതിനെപ്പറ്റിയും ചിന്തിക്കണം, ആലോചിക്കണം, തീരുമാനമെടുക്കണം. ഹൈക്കോടതിക്ക് ഡിവിഷൻ ബെഞ്ചിന് സുപ്രീം കോടതി കൊടുത്ത ഒരു നിർദ്ദേശം. അതുപോലെ തന്നെ കോടതിയുടെ സാധാരണ നിയമ നടപടികൾക്ക് വിരുദ്ധമായിട്ടാണോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് 2017 വിധി നടപ്പിലാക്കിയത്? അത് ശരിയായ രീതിയിലായിരുന്നോ? സിവിൽ പ്രൊസീജിയർ പ്രകാരമുള്ള നടപടികളിലൂടെ പള്ളികൾക്കുള്ള സ്വയം ഭരണാവകാശം കണക്കിലെടുത്തും സിവിൽ നടപടികളിലൂടെ ഒരു തീരുമാനമെടുത്ത് വിധി പ്രസ്താവിച്ചതിന് ശേഷം മാത്രം ഗവൺമെൻറ്റിനെ കൊണ്ട് പള്ളി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കാവൂ. ആ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇങ്ങനെ 1-2 പ്രധാന പോയിന്റുകളാണ്. 2017 വിധിയിൽ നീതിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു പള്ളി പിടിച്ചെടുക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് വിധിക്കാൻ അധികാരമുണ്ടോ? ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? കോടതിയുടെ സാധാരണ നടപടികൾക്ക് വിരുദ്ധമായിട്ട് ആണോ വിധി നടപ്പിലാക്കിയത്? ശരിയായിട്ടുള്ള സിവിൽ പ്രൊസീജിയർ നടപടികളിലൂടെ ആ നടപടിക്രമങ്ങൾ പാലിക്കുമ്പോൾ പള്ളികൾക്കുള്ള സ്വയംഭരണാവകാശം, അതിൻ്റെ സ്ഥാപന ഉദ്ദേശം ഇവ കണക്കിലെടുത്തിട്ടുണ്ടോ? അങ്ങനെ സിവിൽ നടപടികളിലൂടെയാണോ തീരുമാനമെടുത്തിരിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ
ഗവൺമെൻറ്റിനെ കൊണ്ട് പള്ളി പിടിച്ചെടുക്കാൻ, നിർദ്ദേശിക്കാൻ, വിധി പറയാൻ സിംഗിൾ ബെഞ്ചിന് അധികാരമില്ല. ഇന്ന് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇതെല്ലാം പഠിച്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് പരിശോധിച്ച് ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് വാദം കേട്ട് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും 6 പള്ളികൾക്കെതിരായിട്ടാണ് കേസ് വന്നതെങ്കിലും പള്ളികൾ പിടിച്ചെടുക്കാൻ പാടില്ല. കളക്ടർക്ക് സിംഗിൾ ബെഞ്ച് കൊടുത്ത അധികാരം പിൻവലിച്ചു, റദ്ദാക്കി കോടതി. നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് പള്ളി പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പള്ളി പിടിച്ചെടുക്കാൻ പാടില്ല. അത് ഡിവിഷൻ ബെഞ്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുമില്ല. ഈ പിടിച്ചിട്ടിരിക്കുന്ന 60 പള്ളികളും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയും ആ ക്രമങ്ങൾ അനുവർത്തിച്ചുമല്ല പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ 6 പള്ളികളാണ് അതിൽ കക്ഷികളായിട്ടുള്ളത്. ആ പള്ളി പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് ഉത്തരവുണ്ട്. അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതിക്ക് അധികാരപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അത് ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഉത്തരവിന് തുല്യമാണ്, സംശയമൊന്നുമില്ല. അപ്പം അതിന്മേലിനി മറ്റു പള്ളികളെ സംബന്ധിച്ച്, മറ്റു പള്ളികളുടെ താല്പര്യങ്ങളനുസരിച്ച്, ഓരോ പള്ളിക്കും ഓരോ താല്പര്യങ്ങളാണ്, പൊതു താല്പര്യം അനുസരിച്ച് ഓരോ പള്ളിക്കും ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അന്യായം ബോധിപ്പിച്ച് ഈ വിധി പ്രകാരം ഞങ്ങൾക്കും അനുവദിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് വേറെ വിധി വാങ്ങിക്കണം. നമുക്ക് മറ്റു പള്ളികൾ ലഭിക്കണമെങ്കിൽ അത് ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുവിസുകൊണ്ട് വക്കീലിനെ കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ പോകുന്നത്. ഒരിക്കൽ കാതോലിക്ക പക്ഷത്തിൻ്റെ കാതോലിക്ക പറഞ്ഞു, അന്ത്യോക്യ പാത്രിയാർക്കീസ് വിചാരിച്ചാൽ സഭയിലെ വിഷയം തീരും. ഞാൻ അഭിമന്യ പിതാവിനോട് ചോദിക്കുകയാണ്, എന്തിനാന്ന് അന്ത്യോക്യ പാത്രിയാർക്കീസ് വിചാരിക്കണത്? അങ്ങ് സഭയുടെ തലവനല്ലേ? അങ്ങ് ഞങ്ങളെ ഇന്നും പിരിഞ്ഞു പോവുകയും ചെയ്തു. അന്ത്യോക്യ പാത്രിയാർക്കീസ് പറയണോ അത്രേ? അദ്ദേഹം പറയാണ്, മലങ്കര സഭയിലെ ഭാവകക്ഷികളോടും എല്ലാവരോടും നിങ്ങൾ മലങ്കര സഭ മോർത്തോമാശ്രീയായിൽ സ്ഥാപിതമായതാണ്. അന്ന് മുതൽ കാതോലിക്ക സിംഹാസനമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സഭയുടെ സ്വതന്ത്ര അധികാരത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ച് അവരുടെ കാതോലിക്കായി മെത്രാന്മാരും അംഗീകരിച്ച് അവർ പറയുന്നത് കേട്ട് അവർക്ക് കീഴ്പ്പെട്ട് ആ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വിഷയം തീരും. അപ്പോൾ കാനൂനികമായി വാഴിക്കപ്പെട്ട കാതോലിക്ക ബാവ പുറത്താക്കപ്പെടും. അവരുടെ ബാവ തലവനായിട്ട് വന്ന് കീഴ്വഴങ്ങി അങ്ങോട്ട് പോകണം. അതാണ് അവർ പറയുന്നത്. അങ്ങ് ചിന്തിച്ചിട്ടുണ്ട്, AD 52 ഇവിടെ കാതോലിക്ക സിംഹാസനം ഉണ്ടെങ്കിൽ അക്കാര്യം എന്തേ AD 325 സുന്നോദോസിലൊന്നും പറയായിരുന്നു? എൻ്റെ പൊന്നു തിരുമേനി, തോമാസ് ലീഗ ഒരു മെത്രാനെ പോലും വായിച്ചിട്ടില്ലാത്ത തോമാസ് ലീഗ
ഇവിടെ ഒരു സിംഹാസനം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നല്ല ഉറഹ തോമാശ്ലീഹയുടെ വളരെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ഒരു മെത്രാനെ വായിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ഒരു മെത്രാനെ വായിച്ചിട്ടില്ല. തോമാശ്ലീഹ അല്ല മറ്റൊരു ശ്ലീഹായും ഒരു മെത്രാനെ വായിച്ചിട്ടില്ല. പത്രോസിനല്ലാതെ അതിൻ്റെ അധികാരമില്ല. തോമാശ്ലീഹയ്ക്കറിയാം അതിൻ്റെ അധികാരം പത്രോസിനാണെന്ന്. പിന്നെ അദ്ദേഹം മെത്രാനെ വായിക്കുമോ? ഒരു മെത്രാപ്പൊലീത്തെ പോലും വായിച്ചിട്ടില്ലാത്ത തോമാശ്ലീഹയുടെ സിംഹാസനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നൊക്കെ ഒരു ഉളുപ്പില്ല ബാവ. എനിക്കത് ചോദിക്കാം. അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും ഭരിക്കാനുള്ള പരമാധികാരം AD 325 നിക്യാ സിനോദോസ് കൊടുത്തതാണ്. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു സംവിധാനം നിക്യാ സിനോദോസ് ഉറപ്പിക്കുകയാണ് ചെയ്തത്. പത്രോസിൻ്റെ സിംഹാസനത്തെ 4 ഭാഗിച്ചു. റോം, അന്ത്യോക്യ, അലക്സാന്ദ്രിയ. പിന്നെ കുസ്തന്തീനോപ്പോലിസ് AD 330 വന്നത്. റോമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മാറ്റിയപ്പോഴും അവിടെ ഒരു സിംഹാസനം കൊടുത്തു. പത്രോസിൻ്റെ സിംഹാസനമാണ് 4 ഭാഗിക്കപ്പെട്ടത്. അന്ന് അന്ത്യോക്യയുടെ കിഴക്കൊക്കെയുടെയും പരമാധികാരം, കിഴക്കെന്ന് പറയുമ്പോൾ ഈ 4 സിംഹാസനങ്ങൾ റോമ മഹാസാമ്രാജ്യത്തിൻ്റെ ഉള്ളിലാണ്. റോമയുടെ കിഴക്ക് കുസ്തന്തീനോപ്പോലിസാണ്. അതിനൊക്കെ അന്ത്യോക്യയുടെയും അന്ത്യോക്യയോട് ചേർത്ത് നിൽക്കുന്ന പേർഷ്യയുടെയും ആ അധികാരം അന്ത്യോക്യ പത്രീസിനാണ്. അപ്പം അതിൽ ഇന്ത്യ, നമ്മുടെ പണ്ടത്തെ പാകിസ്ഥാനൊക്കെ, അന്ന് ഇന്ത്യയുടെ പേര് ഉണ്ടോ ഇല്ലെങ്കിൽ ആ ഭാഗം ഭരിക്കാനുള്ള അധികാരം അന്ത്യോക്യ പത്രീസിനാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയും അതിൽ ഉൾപ്പെടുത്തും. ആ ഇന്ത്യക്ക് അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു കാതോലിക്കായ വാഴിക്കാൻ നിക്യാ സിനോദോസാണ് അധികാരം കൊടുത്തത്. അധികാരം അന്ത്യോക്യ പത്രീസിന് ഇവിടുത്തെ മെത്രാൻ കക്ഷിയിലെ കാതോലിക്ക പറയുന്നതനുസരിച്ച് മാറ്റാൻ പറ്റുമോ? അങ്ങനെ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പൊതു സിനോദോസ് വിളിച്ചുകൊണ്ട് നിക്യാ, കുസ്തന്തീനോപ്പോലിസ്, എഫേസൂസ്, ആ 3 പൊതു സിനോദോസിനെ നമ്മൾ അംഗീകരിക്കുന്നുള്ളൂ. നിങ്ങളും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു സിനോദോസ് വിളിച്ചു കൂട്ടാൻ നോക്ക്. ആ സിനോദോസ് തീരുമാനിക്കട്ടെ. ഇന്ത്യയിലെ നിങ്ങളുടെ സഭ ഒരു സ്വതന്ത്ര സഭയാണ്. അത് തോമാശ്ലീഹ സ്ഥാപിച്ച സിംഹാസനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ കാതോലിക്ക അംഗീകാരമുള്ളതാണെന്നൊക്കെ ആ സിനോദോസ് പറയട്ടെ. അതുകൊണ്ട് പരിശുദ്ധ പാത്രീക സ്വഭാവം പറഞ്ഞുകൊണ്ട് കാര്യമുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ആ പാത്രീകീസിൻ്റെ അധികാരം, അത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അംഗീകരിച്ച് സഭയിലേക്ക്, ശരിയായ സഭയിലേക്ക് വരിക, കാനോനിക സഭയിലേക്ക് വരിക. അത് നിങ്ങൾക്ക് വിഷമമാണ്, നിങ്ങൾ വരില്ല. നിങ്ങളുടെ അധികാരം നിങ്ങൾ വിടൂല. നിങ്ങളുടെ അധികാരം എന്ന് പറഞ്ഞാൽ ആരും തന്നല്ല, നിങ്ങളതിനെ ഉണ്ടാക്കി. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് എത്ര പ്രാവശ്യം പറയും, യോജിച്ചു പോകുന്നൊരു പ്രശ്നമില്ല. പണ്ട് മീനടം വർഗീസ് അച്ഛൻ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കാണ്. സഭ യോജിക്കും, സഭ നമ്മുടെ കീഴിൽ വരും, ഒരു കുഴപ്പമൊന്നുമില്ല, വരും. അങ്ങനെ തന്നെ ഉറപ്പണത്. കേസ് ഞങ്ങൾ നേടിയിടും. അപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പോണത്. അതുകൊണ്ട് ജനങ്ങളെയൊക്കെ നമുക്ക് സ്വീകരിക്കാം, അച്ഛന്മാരെ സ്വീകരിക്കാം. അത് നിങ്ങളുടെ വയറ്റി പഴപ്പല്ലേ, അത് നിങ്ങളെ തള്ളിക്കളയണ്ട. പക്ഷെ ഈ മെത്രാന്മാരെ സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല. അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസമില്ല, വിവരമില്ല.
അങ്ങനെ ചില മെത്രാന്മാർക്ക് അതിനകത്തുണ്ട്. അവരൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞവർ അത്താനാസ് സിനിമേനെയും ഏതാ മൂവാറ്റുപുഴത്തെ അത്താനാസ് സിനിമേനെയും തൃശ്ശൂരിലെ മെനിത്യോ സിനിമേനെയൊക്കെ ചെന്നപ്പോഴേ തന്നെ ഒരു പട്ടവും കൊടുക്കണ്ടൊന്നും വേണ്ട, അസോസിയേഷൻ കൈയടിച്ചെന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ചു. എന്ത് അവർക്ക് വേറെ പട്ടം കൊടുക്കാത്തതെന്താ? വിദ്യാഭ്യാസവും കഴിവുള്ളവരായതുകൊണ്ടാണോ? അപ്പോൾ വിദ്യാഭ്യാസവും കഴിവുള്ളവർക്ക് ആര് വന്നാലും നിങ്ങൾ സ്വീകരിച്ചോളൂ, വേറെ പട്ടമൊന്നും വേണ്ട. അപ്പം അന്ത്യോക്യ പത്രികസിൻ്റെ പട്ടത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു, അതിൻ്റെ മുകളിൽ കൈവയ്ക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. എമ്മോ ജോണച്ചൻ പറഞ്ഞ ഉണ്ടാക്കിയ നോളക്കൊന്നും യാതൊരു അവസാനമില്ല, അതിലേക്ക് പോകണില്ല. എൻ്റെ ഇടയ്ക്ക് മത്തായി ഇടയനാൽ കുറച്ച് ഒരു ഉദാഹരണം പറഞ്ഞത് വളരെ രസപ്രദമായതാണ്. സ്കൂളിലെ 7ാം സ്റ്റാൻഡേർഡ് A-B ഡിവിഷനായിട്ട് തിരിച്ചു. എയും ബിയും തിരിഞ്ഞു, പിന്നെ എക്ക് ഒരു അധികാരമില്ല ബിയിലേക്ക്, ബിക്ക് ഒരു അധികാരമില്ല എയിലേക്ക്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. എനിക്ക് 2 മക്കളുണ്ട്, അദ്ദേഹം പറഞ്ഞ 2 ആൺകുട്ടികളുണ്ട്, അവർക്ക് ഞാനുള്ളത് വായിച്ചു കൊടുത്തു. ഇനി ഞാൻ അവിടെ ചിലപ്പോൾ അവരെന്നെ സ്വീകരിച്ചാൽ സ്വീകരിക്കുക, അല്ലാണ്ട് എനിക്ക് അവിടെ അധികാരമൊന്നുമില്ല. അതുപോലെ അല്ല ഈ എയും ബിയും തിരിക്കുന്നത്. അച്ഛൻ്റെ മക്കളുടെ വീട്ടിൽ അച്ഛൻ ചെന്നാൽ അവർ സ്വീകരിക്കട്ടെ, അതിപ്പോൾ അച്ഛനെ അവർ ബഹുമാനിക്കുന്നതനുസരിച്ചിരിക്കും, അത് വിഷയമല്ല. അതുപോലെയല്ല എയും ബിയും. 7ാം സ്റ്റാൻഡേർഡിൽ എയും ബിയും. 7ാം സ്റ്റാൻഡേർഡിൽ എയിലെ ക്ലാസ് ടീച്ചർക്ക് ബിയിലെ ഒരു അധികാരമില്ല, ബിയിലെ ക്ലാസ് ടീച്ചർക്ക് എയിലെ അധികാരമില്ല. പക്ഷേ എയുടെയും ബിയുടെയും ഒരു തലവനുണ്ട്, ഹെഡ് മാസ്റ്റർ. അദ്ദേഹം പറയുന്നത് ഇവർ രണ്ടുപേരും അനുസരിക്കണം. അച്ഛനും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ജനത്തെ പറ്റിക്കാൻ വേണ്ടി പറയരുത്. മലങ്കര സഭ സ്ത്രീ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമാണ്. വിഭാഗമല്ല, ഞാൻ വിഭാഗം എന്ന് പറഞ്ഞാലും അച്ഛന് പൈത വിഭാഗമെന്നല്ല പറയണേ. അങ്ങനെ പറഞ്ഞാലും എയും ബിയും ഡിവിഷനുകൾക്ക് പരമാധികാരിയായിട്ടൊരു ഹെഡ് മാസ്റ്ററുണ്ട്, ഹെഡ് മാസ്റ്റർക്ക് പരമാധികാരിയായിട്ടൊരു മാനേജറുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റുണ്ട്. എയ്ഡഡ് സ്കൂളാണെങ്കിൽ മാനേജർ, ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ ഗവൺമെൻറ് ഒരു പരമാധികാരി. ആ ഗവൺമെൻറ് പറയുന്നത് എയും ബിയും ഒക്കെ അനുസരിക്കണം, ഈ ഹെഡ് മാസ്റ്ററും അനുസരിക്കണം. അപ്പോൾ അച്ഛൻ്റെ ആ കമ്പാരിസൺ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതല്ല. എന്തെങ്കിലും കാര്യം നിങ്ങൾ നേടിയിട്ടുണ്ടോ? നിങ്ങൾ വേറെ സഭയാണെങ്കിൽ എന്തുകൊണ്ട് 1964 ഔഗൻ കാതോലിക്കയെ വഴിക്കാൻ പാത്രികീസിനെ വരുത്തി? എന്നിട്ടും പരിശുദ്ധ ഭാഗവതർ മനസ്സുകൊണ്ട് വന്ന് എഴുന്നള്ളി വന്ന് യാക്കോബ് മതീസഭ കൊണ്ട് എഴുന്നള്ളി വന്ന് പട്ടം കൊടുത്ത് 70-72 വന്നപ്പോഴേക്കും കാതോലിക്ക സിംഹാസനം പതുക്കിക്കൊണ്ടു വന്നേ കാണും. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളുടെ കീഴിൽ ഞങ്ങളെ വരുത്തണം എന്ന് പറഞ്ഞാൽ കാതോലിക്കയുടെ കീഴിൽ പാത്രികീസ് വരണം. ഈ പാത്രികീസ് കൂടെ കടക്കണ്ട. 1876 പാത്രികീസ് തൃതീയൻ പാത്രീസ് ബാബ വന്നപ്പോൾ പള്ളികളെ എഴുതി തരണമെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് കൊണ്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല, അങ്ങരുടെ വീട്ടിൽ കൊണ്ടാനൊന്നുമില്ല. ആംഗ്ലിക്കൻ സഭയുടെ കൂടെ മേയാണ്. പിന്നാലെ ഫ്രഞ്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളും വരാണ്. പുലിക്കോട്ടിലാണ് നിങ്ങളുടെ തിരുമേനി. അദ്ദേഹത്തിനെ പറ്റിയൊന്നും മിണ്ടാതെ ആംഗ്ലിക്കൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നിന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക പരിതസ്ഥിതിയിലാണ് ബാവ എഴുതി പഠിക്കാൻ പറഞ്ഞത്. എല്ലാ പള്ളിക്കാരും എഴുതി കൊടുത്തില്ല. ബാവ അത് ആ എഴുതി കൊടുത്തവരുടെ സ്വത്തും മിറ്റൊക്കെ അന്ത്യോക്യയിലേക്കോ ശീബയിലേക്കോ സിറിയയിലേക്കോ ഒന്നും കൊണ്ടുപോയില്ല. കൊണ്ടുപോയിട്ടുണ്ടോ? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ?
ഇതൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ വലുതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടൊന്നും സഭയിൽ പേടിപ്പിച്ചാലൊന്നും ഒരു സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ ഭരണഘടനയിൽ നിങ്ങളെന്തിനാ സിറിയക്ക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ പാത്രീസാണ്, മലങ്കര ഓർത്തഡോക്സ് സഭ അങ്ങനെ സഭയില്ല, അതിൻ്റെ തലവൻ ഇവിടുത്തെ കാതോലിക്കയുടെ പരമാധ്യക്ഷൻ. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകണില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കേസ് ജയിക്കണമെങ്കിൽ അത് വേണം, ഇവിടെ വേറെ തരത്തിൽ പറയുകയും വേണം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും സഭ രണ്ടായി. അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളുടെ ശ്രേഷ്ഠഭാവം കൽപ്പിച്ചതുപോലെ രണ്ടായിട്ട് തിരിഞ്ഞ് അവരവർക്ക് അവകാശപ്പെട്ട പള്ളികൾ തിരിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇടവക പള്ളിയുടെ അധികാരത്തെയോ അവകാശത്തെയോ കോടതി ചോദ്യം ചെയ്യുന്നില്ല. കോടതി പറയണ ഇടവക പള്ളിയുടെ സ്വയംഭരണാധികാരവും അവരുടെ സ്ഥാപന ഉദ്ദേശവും കണക്കിലെടുക്കണമെന്ന് തന്നെയാണ്. അതിൻ്റെ പരമാധികാരി പൊതുയോധനാണ്. മേൽപ്പട്ടക്കാരനൊരു ആത്മീയ അധികാരി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭരണഘടനയിൽ പൊതുയോഗം എന്ത് തീരുമാനം എടുത്താലും മേൽപ്പട്ടക്കാരൻ തട്ടിക്കളയാം, മേൽപ്പട്ടക്കാരൻ എന്ത് തീരുമാനം എടുത്താലും കാതോലിക്കാക്കി തട്ടിക്കളയാം. മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് മലങ്കരയുടെ പൊതു സ്വത്തിന് മാത്രമേ അധികാരമുള്ളൂ. ആ കോടതി പറഞ്ഞു. ഇടവക പള്ളിയിൽ ആര് വികാരിയാവണം, ഏത് വിശ്വാസത്തിൽ നിലനിൽക്കണം, അതൊക്കെ തീരുമാനിക്കാൻ ഇടവക പൊതുയോഗത്തിനോട് തീരുമാനം. അതിനനുസരിച്ച് പോകണം. അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടില്ല. കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാലൊന്നും ഇതിന് അന്ത്യം ഉണ്ടാവില്ലെന്ന് വിചാരിക്കണ്ട. ഇതിന്മേലൊരു അപ്പീല് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതി വന്നാലും അതിനും വലിയ അപ്പീൽ ഇനി ഭരണഘടനാ വിധിന് കൊണ്ടുവന്നു. ഭരണഘടനാ വിധിന് വിട്ടാലും വിവേകത്തിന് മറുപടി വെറുതെ നീട്ടിക്കൊണ്ടുപോയി കാശ് കളയാന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. സഭകളൊന്നെങ്കിലും ഉണ്ടാവില്ല. രണ്ട് വിശ്വാസമായിട്ട് നിങ്ങളെ എഴുതി കൊടുത്തു, പിന്നെ നിങ്ങളെന്നെ പിൻവലിക്കണമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് ഇതിലൂടെ വളരെ വ്യക്തമായില്ലേ. അതുകൊണ്ട് സഹോദര സഭകളായിട്ട് പിരിഞ്ഞു നിന്ന് ശ്രേഷ്ഠഭാവ ഞങ്ങളുടെ ഭാവം കൽപ്പിച്ചതുപോലെ സ്വന്തം അസ്തിത്വം നിലനിർത്തിക്കൊണ്ട്, ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ കാണുക നിൽക്കാൻ ദൈവം തോന്നിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.